നമസ്കാരം. TCV ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ദിനം പ്രതി വർദ്ധിച്ചുവരുന്ന പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പെട്രോൾ പമ്പുകൾക്ക് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. താനൂർ ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിൽ താനൂരിലെയും പരിസരങ്ങളിലെയും പെട്രോൾ പമ്പുകളിൽ പ്രതിഷേധ ഒപ്പുശേഖരണം നടത്തി. പഠിച്ചു ജയിച്ചവരെ പടിക്ക് പുറത്താക്കരുതെന്ന പ്രമേയവുമായി തിരുരങ്ങാടി മണ്ഡലം MSF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുരങ്ങാടി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഉപരോധിച്ചു. ഉപരോധ സമരം KP മജീദ് MLA ഉദ്ഘാടനം ചെയ്തു. വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം ഭക്ഷണ വിതരണ പദ്ധതിക്ക് തിരു ജില്ലാ ആശുപത്രിയിൽ തുടക്കമായി. വിതരണ പദ്ധതി ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറിയും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ A. ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. ഇതിന് 200 പേർക്കുള്ള ഭക്ഷണമാണ് വിതരണം ചെയ്യുന്നത്. LIC ഓഫ് ഇന്ത്യ 66ാമത് ജന്മദിനാഘോഷം തിരൂർ ബ്രാഞ്ചിൽ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം നടന്നു. സീനിയർ ബ്രാഞ്ച് മാനേജർ P. പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വിവിധ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് CPMവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചവർക്ക് സ്വീകരണം നൽകി. CPI, BJP, കോൺഗ്രസ്, മുസ്ലിം ലീഗ് നേതൃത്വത്തിലുള്ളവരായിരുന്നു CPMനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. താനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനൂർ വ്യാപാര ഭവനിൽ നടന്ന സ്വീകരണ യോഗം CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. തിരു ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. 20-25 സെന്റിമീറ്റർ ഉയരങ്ങളിലുള്ള 10ഓളം കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയത്. തിരു എക്സൈസ് സംഘം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. രഹസ്യവിവരത്തെ തുടർന്നാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. മോഡിയുടെ കാലത്ത് വാര്യൻകുന്നത്ത് വിസ്മരിക്കപ്പെടുന്നതിൽ വിസ്മയിക്കേണ്ടതില്ലെന്ന് അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ MLA അഭിപ്രായപ്പെട്ടു. SYS താനൂർ മണ്ഡലം കമ്മിറ്റി താനൂർ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ കോവിഡ് വ്യാപനത്തിൽ ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ വിദഗ്ധർ. മരണനിരക്ക് പിടിച്ചു നിർത്താൻ കേരളത്തിനായി കടുത്ത നിയന്ത്രണങ്ങൾ ആവശ്യമില്ലെന്നും വിദഗ്ധരുടെ അഭിപ്രായം. അതേസമയം സംസ്ഥാനത്തെ രോഗവ്യാപനം രൂക്ഷമായി തുടരുകയാണ്. സംസ്ഥാനത്തെ പരീക്ഷ എഴുതാനെത്തുന്ന കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ക്വാറന്റൈൻ വേണ്ടെന്ന് കർണാടക അറിയിച്ചു. ധീരദേശാഭിമാനികളുടെ പേര് സ്വാതന്ത്ര്യ സമര ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്യുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധ ധർണ നടത്തി. താനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പരിപാടി KPCC അംഗം ഡോക്ടർ U. അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. തിരുവിദ്യാഭ്യാസ ജില്ലയുടെ കീഴിൽ 1 മുതൽ 10 വരെ ക്ലാസുകൾക്കായി തയ്യാറാക്കുന്ന പഠന പുരോഗതി രേഖയായ ദിശയുടെ പ്രകാശനം അധ്യാപക ദിനമായ സെപ്റ്റംബർ 5 ആലത്തൂർ KHMH ഹൈസ്കൂളിൽ വെച്ച് കായിക വകുപ്പ് മന്ത്രി P. അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്ന് സംഘാടകർ തിരൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ടോപ്പ് 10 ന്യൂസ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.